അപ്പോൾ ഏതായാലും നിലവിൽ എല്ലാവരുടെയും അഥവാ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയും ചർച്ച എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആദ്യ മത്സരത്തിലെ രാഹുൽ കെ.പി ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലൂക്ക മാച്ചൻ എന്ന താരത്തെ കുറിച്ചാണ്. അദ്ദേഹം ആ ഒരു പഞ്ചാബ് എഫ് സി എന്ന ISLന്റെ ക്ലബ്ബ് ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ടുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങളാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാവരുടെയും ചർച്ചയായി മാറിയിരിക്കുന്നത്. ഒരുപാട് ആരാധകർ ചോദിക്കുന്നുണ്ട് ഇപ്പോഴും രാഹുൽ കെ.പിക്കെതിരെ പരാതി എടുക്കുമോ അല്ലെങ്കിൽ നടപടി എടുക്കുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നടത്തി വരുന്നത്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളും അനാലിസിസ് വീഡിയോകളും ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഓണദിനത്തിലെ ആദ്യ മത്സരത്തിലായിരുന്നു ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. അതും മത്സരത്തിന്റെ 97ാമത്തെ മിനിറ്റിലായിരുന്നു ലൂക്ക മാച്ചൻ എന്ന താരത്തെ മലയാളി സൂപ്പർ താരമായ രാഹുൽ കെ.പി എന്ന താരം ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ അത് ഫൗളൊന്നുമായിട്ട് ഞാൻ കരുതിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ താരമായ രാഹുൽ കെ.പി ആ ഒരു വായുവിലുള്ള പന്തിനെ അറ്റൻഡ് ചെയ്യാൻ വരികയാണ്. അതേ സമയത്ത് ലൂക്ക മാച്ചനും അവിടെ തന്നെയുണ്ട്. പക്ഷെ ലൂക്ക മാച്ചനെ ഒന്നും ചെയ്യണമെന്ന് കരുതിയിട്ടല്ല രാഹുൽ കെ.പി ആ ഒരു പന്ത് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് ആ ഒരു മാച്ച് കണ്ടവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാവാം റഫറി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ താരത്തിന് മഞ്ഞക്കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും വ്യക്തമല്ല. അതിന്റെ കാരണം ചിലപ്പോൾ അത്രയും അധികം അഗ്രസീവ് ആയിക്കൊണ്ട് താരത്തിന്റെ മേലേക്ക് വീണത് കൊണ്ടാവാം. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിനും കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ള ഒരുപാട് മാച്ചുകൾ നമുക്ക് ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തിനായിരിക്കും ആ ഒരു റഫറി രാഹുൽ കെ.പിക്ക് യെല്ലോ കാർഡ് കൊടുത്തിട്ടുണ്ടായിരിക്കുക? ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കൂടാതെ നിലവിൽ ഇപ്പോൾ പഞ്ചാബ് എഫ് സി ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ലൂക്ക മാച്ചൻ എന്ന ആ ഒരു താരത്തിന് ഇനി അടുത്തൊന്നും കളിക്കാൻ സാധിക്കുകയില്ല എന്നത്. ഏതായാലും ആ ഒരു റിപ്പോർട്ടിൽ ലൂക്ക മാച്ചന്റെ പരിക്കിനെ കുറിച്ചുള്ള വിശദമായ അപ്ഡേറ്റും പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഏതായാലും നമുക്ക് ആ ഒരു ക്ലബിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് കടക്കാം. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഓണം ദിനത്തിൽ ഞായറാഴ്ച രാത്രി കൊച്ചിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്കെതിരായുള്ള സീസണിന്റെ ഓപ്പൺ മത്സരത്തിൽ ഞങ്ങളുടെ ടീമിൽ നിന്നുമുള്ള ഫോർവേഡ് താരമായ ലൂക്ക മാച്ചന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നുകൊണ്ട് താരത്തിന് 6-8 ആഴ്ചകളോളം ഫുട്ബോൾ തട്ടാൻ സാധിക്കുന്നതല്ല. ഇനി താരത്തിന്റെ താടിലിന് 2 ഒടിവുകൾ ഇതിനോടകം തന്നെ ഈ ഒരു ഫൗളിനോടനുബന്ധിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താരം വരും ദിവസങ്ങളിൽ ശസ്ത്രക്രിയക്ക് വിധേയനാവുകയും ചെയ്യും. മെഡിക്കൽ ടീമിന്റെ മേൽനോട്ടത്തിൽ തന്നെയായിരിക്കും സർജറി ഒക്കെ നടക്കുക. ഇത് കൂടാതെ ഫുട്ബോൾ ഡയറക്ടർ സംസാരിച്ചതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ലൂക്കയുടെ സേവനം ഞങ്ങൾക്ക് നഷ്ടമാവുന്നത് വളരെ നിർഭാഗ്യകരം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ കളിക്കാരന്റെ അനാവശ്യ ആക്രമണാത്മക ഫൗളിലൂടെയാണ് ലൂക്കക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഒന്നിനും വഴങ്ങാത്ത കളിയുടെ അത്തരം ആക്രമണ സ്വഭാവത്തെ പിന്തുണക്കുന്നത് വളരെയധികം ലജ്ജാകരം തന്നെയാണ്. അവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങളാണ് പഞ്ചാബ് എഫ് സി അവർ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഏതായാലും നിലവിൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പഞ്ചാബ് എഫ് സി ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള അർജി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പഞ്ചാബ് എഫ് സി ഈ ഒരു പരാതിയും കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുള്ള ഒരു സംശയമാണ് രാഹുൽ കെ.പി ഇത് ബാധിക്കുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ രാഹുൽ കെ.പി ഒരു കാരണവശാലും ഇത് ബാധിക്കുന്നതല്ല. കാരണം മത്സരങ്ങളിൽ ഇതല്ല ഇതിനപ്പുറം വരുന്ന കാര്യങ്ങൾ വരെ നടക്കാറുണ്ട്. അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഡോണ്ട് വെറി, ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല. ഇനി ഏതായാലും നമ്മൾ നോക്കാൻ പോകുന്നത് മത്സരത്തിന് ശേഷം പഞ്ചാബ് എഫ് സിയുടെ സൂപ്പർ താരമായ ലൂക്ക മാച്ചൻ പറഞ്ഞ കാര്യമാണ്. നമ്മളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ലൂക്ക മാച്ചൻ ബ്ലാസ്റ്റേഴ്സിനെ താഴ്ത്തി പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ലൂക്ക മാച്ചൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞങ്ങളെക്കാൾ കൂടുതൽ കൊച്ചിയിൽ നിങ്ങൾക്ക് മുന്നിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ താരങ്ങൾ പന്തു തട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെക്കാൾ കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ തന്നെയാണ് എന്നാണ് ലൂക്ക മാച്ചൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി എല്ലാവരും തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റും അനാലിസിസുമായി വീണ്ടും എത്താം. ഗുഡ് ബൈ.